നമസ്കാരം. ഇനി നമുക്ക് ശനിയുടെ 7th ഹൗസിൻ്റെ വിഷയങ്ങൾ നമുക്കൊന്നുകൂടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒറ്റ വാക്കിൽ 7th ഹൗസ് ശനി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ വീഡിയോയിൽ മൊത്തത്തിൽ നോക്കാം. ഈ വീഡിയോ ഒരൊറ്റ വാക്കായിട്ട് കണ്ടാൽ മതി. ഒരു വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. എന്നാൽ പോലും നമുക്ക് മൊത്തത്തിൽ ഒന്ന് പറഞ്ഞ് ശനിയുടെ ഇത്രയും വീഡിയോസ് പറഞ്ഞതിൻ്റെ ഒരു സമ്മറി പോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനുശേഷം മറ്റ് ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസുമായിട്ട് ശനി വന്നാൽ, ശനി വ്യാഴം, ശനി ശുക്രൻ, ശനി കുജൻ, ശനി രാഹു, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം ഒന്നാമത്തേത് നിയന്ത്രണങ്ങൾ എങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പം പങ്കാളിയെ അല്ലെങ്കിൽ ജാതകനോ മറ്റൊരാൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയോ മറ്റുള്ളവരെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനോ അല്ലെങ്കിൽ തൻ്റെ അപകർഷതാബോധം കാരണം അവർ തൻ്റെ കൺട്രോളിൽ നിന്ന് പോവുമോ എന്നുള്ളൊരു ഭയം ഇവർക്കെപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ളൊരു ഇതുണ്ടാകും. ആര് കൺട്രോൾ ചെയ്താലും പോകാനുള്ളൊരു പോവുമല്ലോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. എന്ന് വെച്ച് കൺട്രോൾ ചെയ്യേണ്ടതല്ല, പിടിക്കേണ്ടടുത്ത് പിടിക്കുക തന്നെ വേണം. എൻ്റെ അമ്മ ചെറുപ്പത്തിൽ പറയുന്നത്, എന്നാൽ ആ പ്രായത്തിൽ നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പം നീ ഇങ്ങനെ ആയെന്ന്. ഒരു പരിധിവരെ സത്യമാണ്. കാരണം അന്ന് നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ ആവില്ല. കാരണം ഞാൻ അസാമാന്യമായിട്ടുള്ള കുസൃതിയുള്ള ഒരാളായിരുന്നു എന്നുള്ളത് കൊണ്ടും പിന്നീട് വളർന്ന് വന്നുകൊണ്ടിരുന്നപ്പം വളരെ സൈലൻ്റ് ആയിട്ട് മുന്നോട്ട് പോകും. ഇപ്പം എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, ഞാൻ വളരെ കംഫർട്ടായിട്ടുള്ളൊരു സ്പേസിൽ മാത്രമേ അധികം സംസാരിക്കത്തുള്ളൂ. അപ്പം എനിക്ക് അത്ര എനിക്കറിയാവുന്ന വിഷയങ്ങൾ വരുമ്പോഴൊക്കെയാണ് മിണ്ടുന്നത്. അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയാലോ അല്ല സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ പോയാൽ ഏറ്റവും ബാക്കിലേക്ക് മാറി നിൽക്കാൻ എന്നെ പലപ്പോഴും വലിച്ചുകൊണ്ടാണ്. ഒരു ഫംഗ്ഷനിലൊക്കെ പോയാൽ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അവരെന്നെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര ഭയമാണ്. പൂർണ്ണമായിട്ടൊരു ഇൻട്രോവേർട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എനിക്ക് എൻ്റെ ഒരു കംഫോർട്ട് ഏരിയയിലാണ് ഞാൻ കൂടുതലും വ്യവഹരിക്കാൻ ഇഷ്ടപ്പെടുന്നതും. അല്ലെങ്കിൽ ആ ഒരു കംഫോർട്ടുള്ളിടത്താണെങ്കിൽ തമാശകളൊക്കെ പറഞ്ഞ് സർക്കാസ്റ്റിക്കായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ വളരെ കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഇടയിലാണെങ്കിലും ശിഷ്യന്മാരുടെ ഇടയിലാണെങ്കിലും ഒക്കെ എനിക്ക് അത്രയും കംഫർട്ട് ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ. ഇപ്പം ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പുതിയ ബാച്ചൊക്കെ തുടങ്ങിയാൽ തന്നെ 2-3 ക്ലാസ്സുകൾ ലൈവ് സെഷൻസിനൊക്കെ ആണെങ്കിൽ 1-2 സെഷൻസൊക്കെ കഴിയുമ്പോഴാണ് എനിക്ക് അവരുമായിട്ടൊക്കെ ഒരു അടുപ്പം വരുന്നതൊക്കെ. മിക്ക ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും. പക്ഷെ അതോടൊപ്പം തന്നെ ഈ പൊതുവേദിയിലേക്കൊക്കെ എത്താൻ എപ്പോഴും ഒന്ന് പുറമോട്ട് വലിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് പുഷ് ചെയ്തിട്ടാണ് വിടുന്നത്. എന്നാൽ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടിക്കാലത്ത് ഒരു പക്ഷേ അങ്ങനെയൊക്കെ നിയന്ത്രിച്ചത് കൊണ്ടാവാം ഒരുപാട് പ്രശ്നങ്ങളിലോ അല്ല വലിയ വിഷയങ്ങളിലോ വഴക്കുകളിലോ ഒന്നും പോവാതിരുന്നതും പിന്നീട് സ്വയം തിരിച്ചറിഞ്ഞ് യുക്തി വന്ന കാലയളവിൽ ഓരോരോ കാര്യങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റിയതും എന്ന് വിശ്വസിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കുടുംബജീവിതമാകുമ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നിയന്ത്രണമൊക്കെ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. മക്കളൊരു പ്രായമാവുന്ന വരെ മക്കളുടെ മേളിലും ഒക്കെ കുറച്ച് നിയന്ത്രണം. കാരണം അവർക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് അവരെ നല്ല കുഞ്ഞുങ്ങളാക്കി വളർത്താൻ വേണ്ടിയിട്ട് അച്ഛനമ്മമാരും മക്കൾക്ക് വേണ്ടി എത്രത്തോളം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഒരു പരിധിവരെ അച്ഛനമ്മമാരാവണം. കാരണം എന്താ വെച്ചാൽ അവരുടെ ഇല്ലായ്മകളിൽ അവർക്ക് ആഗ്രഹിച്ച് വെച്ച പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ധനമായിരിക്കും എടുത്ത് അവരുടെ അധ്വാനിച്ച ധനം അവർക്ക് ഉപയോഗിക്കേണ്ട പല കാര്യങ്ങളുമായിരിക്കും സിർലാക്ക് മേടിക്കാൻ തൊട്ട് ഇങ്ങോട്ട് ഒരു ലെവൽ എത്തുന്നിടം വരെ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ നമ്മൾ ജനിച്ചതെന്നും ഞാൻ ഇൻഡിവിജ്വലാണ്, ഇൻഡിപെൻഡൻ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ആ ഇൻഡിപെൻഡൻ്റ് നേച്ചറിലേക്കൊക്കെ എത്തിച്ച അവരുടെ അധ്വാനത്തിന് നമ്മൾ കൊടുക്കുന്ന മര്യാദയാണ് ഗുരുത്വം എന്ന് പറയുന്നത്. എനിക്കടക്കമുള്ളവർക്ക് ശരിക്കും മനസ്സിലായത്, നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടായി നമ്മൾ അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പം നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി മാത്രമല്ല പല കാര്യങ്ങൾക്കും പലതും ചെയ്തു തുടങ്ങുമ്പം നമുക്ക് ഇഷ്ടമുള്ളത് പലതും പലതും മാറ്റി വെച്ചിട്ടായിരിക്കും അതിലേക്ക് പോകുന്നത്. നമ്മൾ സാധാരണക്കാരല്ലേ. നമ്മളൊക്കെ ഒരു സാധാരണ രീതിയിൽ നോക്കിയാൽ അങ്ങനെ മാറ്റി വെച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം നമ്മൾ ആലോചിക്കും, ആ സമയത്താണ് ഒരു പക്ഷേ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ ആ കാലഘട്ടത്തിൽ അവരുടേതായ രീതിയിൽ നമുക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാവും. അസുഖം വന്ന സമയത്ത്, വഴക്കുണ്ടാക്കിയിരുന്ന സമയത്ത്,
നമ്മൾ സ്കൂളുകളിൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന സമയത്ത്, പരീക്ഷയിൽ ജയിക്കാതിരുന്ന സമയത്ത്, അതുപോലെ തന്നെ പരീക്ഷയിൽ ജയിച്ച സമയത്ത്, നല്ല മാർക്ക് മേടിച്ച സമയത്ത് ഇവരൊക്കെ എന്ത് സന്തോഷിച്ചിട്ടുണ്ടാവും. നമ്മൾ കുട്ടികൾ പരീക്ഷയിൽ ജയിച്ചു അല്ലെങ്കിൽ അവിടെ ഒരു അംഗീകാരം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് സന്തോഷം. അപ്പം അതിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്നൊരു കടമയാണ്. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ യുക്തിയിൽ കയറി വിളയാടി എൻ്റെ ജീവിതം നശിപ്പിച്ച ഒരാളാണ് അച്ഛൻ എന്നും അമ്മയെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇപ്പം ഞാനാണെങ്കിലും അച്ഛനമ്മമാർക്ക് ഇഷ്ടമുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് അല്ലെങ്കിൽ ഒരു ലെവലെത്തിയതിന് ശേഷം ഞാൻ എൻ്റെ ഇഷ്ടമുള്ള വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കൊരിക്കലും ഇഷ്ടമല്ലായിരുന്നു ഈ ഒരു മേഖല. അപ്പം നിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിത് പറയുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് ജ്യോതിഷം നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചു. നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ മക്കളെ ആധ്യാത്മികനാക്കാൻ നോക്കും? സ്വയം ചിന്തിക്കണം. നമുക്കിതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ സമൂഹത്തിൻ്റെ മുന്നിൽ ഈ മേഖല അത്രയും വാല്യൂ ഉള്ളതാണോ എന്നുള്ളത്. അതായത് ഒരു സ്പിരിച്വാലിറ്റി ഉള്ള ഒരാൾ, ഒരു സന്യാസിയെ കണ്ടാൽ നമസ്കരിക്കാൻ മടിയില്ലാത്ത നമ്മളുടെ മക്കളെ സന്യാസിയോ അല്ലെങ്കിൽ ഒരു പൂജാരിയോ ആധ്യാത്മികനോ ആക്കാനോ ശ്രമിക്കുമോ? ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അല്ലെങ്കിൽ അങ്ങനെ അത്രയും നിലവാരത്തിൽ ചിന്തിക്കുന്ന, അത്രയും ജീവിതാനുഭവങ്ങളുള്ള, ജീവിതത്തെ അത്രയും തിരിച്ചറിഞ്ഞ മനുഷ്യരായിരിക്കണം. അല്ലാത്തവർ ചെയ്യില്ലത്, ഉറപ്പാണത്. അപ്പം അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയി എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടത്തിനൊന്നും അല്ലല്ലോ ഞാൻ ഇതിലേക്ക് വന്നത്. പക്ഷേ നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ നമ്മളുടേതായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പം നമ്മൾക്ക് വേണ്ടി ഈ ജീവിതത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ പ്രകൃതി, നമ്മളെ കുഞ്ഞുനാൾ മുതൽ പായിൽ കിടന്ന് അപ്പിയിടുന്ന കാലം മുതൽ ഇങ്ങോട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കി, നമുക്ക് പോഷകാഹാരങ്ങളൊക്കെ തന്ന്, ഭക്ഷണമൊക്കെ തന്ന് നമ്മളെ നോക്കി പൊന്നുപോലെ കൊണ്ടു നടന്ന അച്ഛനമ്മമാരെന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ചിലപ്പോൾ നമ്മുടെ ആശയങ്ങളുമായിട്ടൊന്നും ചിലപ്പോൾ യോജിക്കണമെന്നൊന്നുമില്ല. ഉറപ്പാണത്. ഇപ്പം എൻ്റെ എത്രയോ കാലം എൻ്റെ ആശയപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും യോജിക്കില്ലായിരുന്നു. ഇപ്പം നമ്മൾ ഈ മേഖലയിൽ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് അംഗീകരിക്കുന്നത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പറയും, നീ ആ എൻജിനീയറായിട്ടിരുന്നാൽ മതിയായിരുന്നു, എത്ര വാല്യൂ ഉള്ളൊരു ജോലിയാണ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും. അത് കിട്ടിയിരുന്നെങ്കിൽ അതിലിപ്പോൾ ഇവിടെയൊക്കെ അതിൽ ജോലി കിട്ടിയപ്പം ഏത് ലെവൽ, ഏത് പൊസിഷനിൽ നീ ഇപ്പോൾ എത്തിയേനെ എന്നൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് അച്ഛനിരുന്ന് അയവിറക്കുന്ന കേൾക്കാം. അപ്പോൾ എന്നിരുന്നാൽ പോലും നമ്മൾക്ക് നമ്മളുടേതായ രീതിയിൽ നമ്മളെ നിയന്ത്രിച്ചവരെ, നമ്മളെ ഈ ലെവലിലേക്ക് കൊണ്ടുവന്നവരുടെ അടുത്തേക്ക് നമ്മൾ കാണിക്കുന്നൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്, അവരുടെ ജീവിത സമയം നമ്മളെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡാണ് ഗുരുത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ളൊരു നിയന്ത്രണം നല്ലത് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പരസ്പരം ഒരു തിരിച്ചറിയലും കൂടിയാണ്. അപ്പം പരസ്പരം ഒരാളെ പിടിക്കുമ്പം പലപ്പോഴും പലരും പല ഭർത്താക്കന്മാരുടെ ഇടയിൽ പറയുന്നുണ്ട്, നീ അതങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കൈവിട്ട് പോയേനെ, അല്ലെങ്കിൽ നിങ്ങളുള്ളത് കൊണ്ടാണ്, എനിക്ക് ചോദിക്കാനും പറയാനൊരു കെട്ടിയവനുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന അയാളവിടെ നോക്കിയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും പോകുന്നതെന്നൊക്കെയുള്ള ഒരു ഹോപ്പാണ്. അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള നിയന്ത്രണം എന്നൊക്കെ പറയുന്നൊരു ഹോപ്പാണ് പലർക്കും മനസ്സിലാവുന്നത്. അത് വീട്ടിൽ നിന്നാവാം, അല്ലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നിന്നാവാം. നമ്മുടെ ഈ വിഷയം അതായതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. പക്ഷെ ശനി പിഴച്ചാലോ, അഫ്ലിക്റ്റഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം ഞാൻ തിരിച്ചെടുക്കും. കാരണം ബന്ധം വിഷമകരമാവും, ടോക്സിസിറ്റി ആവും, അമിത നിയന്ത്രണം കാരണം നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റില്ല, ശ്വാസം കിട്ടില്ല, പ്യൂർലി ടോക്സിസിറ്റി, അടിമയെ പോലെ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഒന്നീ നിങ്ങളല്ല നിങ്ങളുടെ പാർട്ട്ണർ. ഈ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണത്. അപ്പം സാറ്റേൺ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത് പ്രണയത്തിലെ കഠിനാധ്വാനം, ഹാർഡ് വർക്ക് ഇൻ റൊമാൻസ്. സ്നേഹം വാക്കുകളിലൂടെ പറയുന്നതിന് പകരം പ്രവൃത്തികളിലൂടെ കാണിക്കാൻ കഠിനമായിട്ട് ഇവർ
പരിശ്രമിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പങ്കാളിക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുക, അവർക്കായി സ്ഥലം വൃത്തിയാക്കുക, വീട് അടുക്ക് ചിട്ടയായി സൂക്ഷിക്കുക, നന്നായി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, കൂട്ടത്തിൽ ജോലി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, ഇപ്പം നമ്മളാണ് പൈസ മുടക്കുന്നതെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരുടെ കംഫോർട്ടും കൂടെ നോക്കി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ശനി അനുകൂലമാണെങ്കിൽ. ശനി അനുകൂലം അല്ലെങ്കിൽ വീറ് വൃത്തി ഉണ്ടാവില്ല, അടുക്കും ചിട്ട ഉണ്ടാവില്ല. അടുക്കും ചിട്ടയും ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ ഡിപ്രഷൻ അല്ലെങ്കിൽ വൃത്തിഹീനത്വം, ശ്രദ്ധയില്ലായ്മ, അഴുക്ക്, ബെഡ്ഷീറ്റും നനയ്ക്കാതെ എല്ലാം കൂടെ കൂട്ടിയിട്ട് മുറിക്കകത്തൊക്കെ ഇപ്പം ചിലയിടത്ത് ശനി പൂച്ചയും പട്ടിയൊക്കെ മുറിക്കകത്തിട്ട് പട്ടിയൊക്കെ പെരയ്ക്കകത്തിട്ട് വളർത്തി, പെരയ്ക്കകത്ത് പട്ടിയെ വളർത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പട്ടി പെരയ്ക്കകത്ത് അടുക്കളയ്ക്കകത്തൊക്കെ അപ്പിയിട്ടിട്ടിട്ട് ചില വീട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ല് തന്നെ അടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വൃത്തി അവരതിൽ ഓക്കെ ആയിരിക്കും. ആ ഒരു അടുക്കളയുടെ വാതിക്കൽ പട്ടിയെ കൊണ്ടിട്ടിട്ട് അവനെ കെട്ടിയിട്ട് അതിൻ്റെ മലമൂത്ര വിസർജനത്തിൻ്റെയൊക്കെ സ്മെല്ല് അടുക്കളയിലേക്കൊക്കെ വരുന്ന ഒരു അവസ്ഥകളൊക്കെ, ഇതൊക്കെ ഞാൻ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെയുള്ള സ്ഥലത്ത് പോലും വൃത്തിയായിട്ട് ഇട്ടേക്കുന്ന ആൾക്കാരുണ്ട്, ഭംഗിയായിട്ട്. ഈ ശനിയുടെ ഒരു മടിയുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത്, താലൂക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകും, എണീച്ച് പോയി തുപ്പാൻ മടിയുള്ളത് കൊണ്ട് ജനലിൽ കൂടെ തുപ്പി ജനലയിൽ തുപ്പലൊക്കെ ഇരിക്കുന്ന കണ്ടുണ്ട്. അത് കൂടുതലും ഞാൻ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. യു പിയിലൊക്കെ ചെന്ന് കഴിയുന്ന സമയത്ത് നമ്മൾ യു പിയിൽ ബസ്സിൽ കയറുമ്പോൾ, അത് കയറിയിട്ടുള്ളവർക്കറിയാം, ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അമ്പലങ്ങളിലേക്കാണ് കേട്ടോ കൂടുതൽ, അല്ലാതെ വേറെ സ്ഥലങ്ങളൊന്നും എനിക്കറിയില്ല, ക്ഷേത്രങ്ങളിലേക്കാണ്. യു പിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നോർത്ത് സൈഡിലൊക്കെ ചെന്ന് ഇവർ വായിക്കകത്തിട്ട് ചവയ്ക്കുന്ന പാൻപരാഗ് പോലത്തെ ഒരു സാധനമുണ്ട്, ഒരു മസാലയുണ്ട്, ഒരു പാക്കും ഒരു പ്രത്യേക സ്മെല്ലതിന്. ഇവന്മാരിതെല്ലാം തുപ്പിയിട്ടിട്ട് വണ്ടിയുടെ സൈഡ് മൊത്തം ഇങ്ങനെ ഇതായിരിക്കും. ഇപ്പം നമ്മൾ കയറിയിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ബസ്സിലൊക്കെയാണെങ്കിൽ നമുക്കിങ്ങനെ കൈ വെക്കാം, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ. പക്ഷെ ഇത് കൈ വെക്കാൻ പറ്റില്ല, നമ്മളിങ്ങനെ പോയി ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇത് പലയിടത്തും കാണാം. അത് ഓട്ടോയിലൊക്കെ കയറിയമാരുടെ വായിൽ ഇത് കാണും. ഇതിങ്ങനെ കണ്ടു. അപ്പം ഇതൊക്കെ ശനിയുടെ ഒരു ഇൻഫ്ലുവൻസ്. ഞാൻ എപ്പോഴും പറയും, ഇതൊക്കെ ഒരു സാറ്റേൺ ഇൻഫ്ലുവൻസസ് വരും. ആ ഒരു സാറ്റേൺ നെഗറ്റീവ് ആവുന്നത്. അപ്പം ശനി പോസിറ്റീവ് ആവുന്നത് ആണ് ഈ ഒരു ഡയമണ്ടിലേക്കുള്ള വളർച്ച, ശനി നെഗറ്റീവ് ആവുന്ന കൽക്കരിയിലേക്ക് പോകുന്നതും എന്നുള്ളതും കൂടി ഇവിടെ ഓർത്ത് വെക്കണം. അപ്പം പരസ്പരം പരിചരിക്കുന്നതും കെയർ ഗീവിങ്ങും ലൂടെ സ്നേഹം കണ്ടെത്തുന്നതും ഒക്കെ ഇവർക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിയന്ത്രണങ്ങൾ, ഹാർഡ് വർക്ക് ഇൻ റൊമാൻസ്, അത് രണ്ടും ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു സ്ലോനെസ് ഉണ്ട്, ഒരു സാവധാനം അല്ലെ മന്ദത എന്നുള്ള രീതി. മന്ദനാണ് ശനി. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹ കാര്യങ്ങളിലും ബന്ധങ്ങളിലും തീരുമാനമെടുക്കുന്നത് ഇവർക്ക് വളരെ സാവധാനത്തിലായിരിക്കും. വിവാഹം വൈകുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പം ഒരു 30-35 വയസ്സിന് ശേഷമൊക്കെ വിവാഹം നടക്കുക. അപ്പോൾ ഒരു ശനിയുടെ സ്വഭാവം പൂർണ്ണമായിട്ട് ഇവർക്ക് വരികയും, അപ്പോൾ ഒരു നിയന്ത്രണത്തിൽ നിന്നും ഒരു മാസ്റ്ററിയിലേക്ക് ഇവർ അടിമപ്പെട്ടിരുന്ന ഒരു മനസ്സിനുള്ളിൽ തന്നെ ചിന്തകൾക്ക് അടിമപ്പെട്ടിരുന്നതിൽ നിന്നും ഒരു മാസ്റ്ററി ലെവലിലേക്ക്, ഒരു പ്രാവണ്യത്തിലേക്ക് ഇവർ വരികയും സ്വന്തം ശരീരത്തോടും ക്യാരക്ടറിനോടും സാഹചര്യങ്ങളോടുമൊക്കെ എനിക്കൊരു പക്വതയായി എന്നുള്ളൊരു തോന്നൽ വരികയും, ലൈംഗികത വെറും ഒരു പ്രകടനത്തിനപ്പുറമായി രണ്ട് ആത്മാക്കളുടെ ആഴത്തിലുള്ളതും ഉറച്ചതുമായിട്ടുള്ള ഒത്തുചേരലായി മാറുന്നതായിട്ടുമൊക്കെ ഇവർക്ക് തോന്നുകയും ചെയ്യും. ഭയങ്കര സന്തോഷമായിരിക്കും, ഒരു സമാധാനവും ഒരു സ്വസ്ഥതയും. കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകും കേട്ടോ. ഇങ്ങനെയുള്ളവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കഞ്ഞിയാണെങ്കിലും ഉപ്പൊഴിച്ച് കുടിച്ചാലും മനസ്സമാധാനം മതി, നിങ്ങൾ എൻ്റെ അടുത്തുണ്ടല്ലോ, എനിക്കത് തന്നെ മതി എന്നുള്ളൊരു രീതി ഒക്കെയാണ്. അതുപോലെ തന്നെ സാറ്റേൺ നെഗറ്റീവ് ആകുമ്പം സാറ്റേൺ ഈ ശുക്രൻ്റെയൊക്കെ ബന്ധം വരുമ്പോഴാണ് പലപ്പോഴും വിവാഹം വൈകുന്നത്. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഒക്കെ, തടസ്സങ്ങളുടെ എന്തും സാറ്റേണും കേതുവിനും. തടസ്സം എന്ന് പറയുമ്പം സാറ്റേൺ രാഹു കേതുക്കൾ ഈ രണ്ടുപേരെ ആലോചിച്ചോണം. വക്കത്ത് കൊണ്ടുവന്ന് അടിച്ചു കളയുന്നത് രാഹു കേതുക്കളാണ്. കിട്ടിയെന്ന് തോന്നിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അതെനിക്ക് കിട്ടേണ്ടായിരുന്നത് പോയി വക്കത്ത് കൊണ്ടുവന്ന് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അടിച്ചു തെറിപ്പിച്ച് കളയുന്നത്
രാഹുകേതുക്കളും ഒരു കാര്യത്തിലേക്ക് എത്താൻ കിട്ടേണ്ടത് പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഇട്ടിങ്ങനെ പട്ടിപ്പണി എടുപ്പിക്കുക എന്നൊക്കെ പറയില്ല നമ്മുടെ നാട്ടിലെ ഒരു ഇതുണ്ട്. അത്രയ്ക്ക് കഷ്ടപ്പെടുത്തുന്നത് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സാറ്റേണിൻ്റെ കാർമിക് ഡെപ്റ്റുമാണ്. ഇത് രണ്ടും ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇതൊക്കെ നമ്മുടെ മെയിൻ ക്ലാസ്സുകളിലാണ് ഞാൻ ഈ ക്ലൂ ഒക്കെ കൂടുതലും പറയുന്നത്. ഇതിൽ കാണുന്നവർ വളരെ കുറച്ചേ കാണുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ എഴുതി വെച്ചുകൊള്ളുക. ഒരാളൊരു കാര്യം പറയുമ്പം ഈ പ്ലാനറ്റ് നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകണം, ജാതകത്തിൽ അത് നോക്കണം, അതിനുള്ള പരിഹാരങ്ങളും നിശ്ചയിക്കുകയും വേണം. പരിഹാരം നിശ്ചയിക്കുമ്പോൾ ഒഴിവ് നോക്കി നിശ്ചയിക്കണം കേട്ടോ. ഇത്രയാണ്. എന്നാലും കുഴപ്പമില്ല, ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട സമ്മറി നമുക്ക് സാറ്റർനെ കുറിച്ച് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളിൽ ഞാൻ വിട്ടുപോയതും സമ്മറി കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തൊന്ന് കൺക്ലൂഡ് ചെയ്ത് ഉള്ളൊരു വീഡിയോ ആയിരുന്നത്. അപ്പോൾ സാറ്റർനെ കുറിച്ച് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ല, വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചവർ സാറ്റർനെ കുറിച്ച് കൂടുതൽ അറിയാൻ വെയിറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും ശാസ്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം മകരവിളക്കാണ്. അപ്പം മകരവിളക്ക് കഴിഞ്ഞിട്ടുള്ളൊരു സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കൊണ്ട് തന്നെ പൊന്നമ്പലം വീട്ടിൽ മകരവിളക്ക് തെളിഞ്ഞ ദിവസമാണ്. അപ്പം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.